മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ സർക്കാർ നിയമിച്ചത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലെന്ന് മുതിർന്ന CPIM നേതാവ് P. ജയരാജൻ. നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. പട്ടികയിലുള്ള ഒരാളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമിച്ചു. നിയമം വിവാദമാക്കേണ്ടതില്ലെന്നും P. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂത്തുപറമ്പ് വെടിവെപ്പിന് നിർദ്ദേശം നൽകിയ പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥനായ റവാഡ പോലീസ് തലപ്പത്തേക്ക് കൊണ്ടുവരുന്നത് രാഷ്ട്രീയമായി പ്രശ്നമാകുമെന്ന തരത്തിലുള്ള ചർച്ചകൾ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് P. ജയരാജൻ പ്രതികരിച്ചത്. അന്ന് കൂത്തുപറമ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ സംഘത്തിലുള്ള ആളാണ് റവാഡ ചന്ദ്രശേഖർ. സർക്കാർ തങ്ങളുടെ മുന്നിലുള്ള പട്ടികയെ അടിസ്ഥാനമാക്കി തീരുമാനമെടുത്തതാണ്. തീരുമാനത്തിൽ വിശദീകരണം നൽകേണ്ടത് സർക്കാരാണ്. കൂത്തുപറമ്പ് വെടിവെപ്പിന് മുൻപ് നടന്ന സമരത്തിൽ പങ്കെടുത്ത് M. സുകുമാരനെ കസ്റ്റഡിയിലിരിക്കെ ഭീകരമായി തല്ലിച്ചതച്ച കേസിൽ പ്രതിയായിരുന്നു. പട്ടികയിൽ ഒന്നാമതുള്ള നിതിൻ അഗർവാൾ. M. സുകുമാരൻ നൽകിയ പരാതിയിൽ നിതിൻ അഗർവാളിനെതിരെ കേസെടുത്തിരുന്നു. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങൾക്കിപ്പുറം റവാഡയെ നിയമിച്ചത്. P. ജയരാജൻ പറഞ്ഞു. സർക്കാരിന്റെ രാഷ്ട്രീയാതീതമായ ഇത്തരം തീരുമാനങ്ങളെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് വലതുപക്ഷ മാധ്യമങ്ങളുടെ രീതിയാണ്. നയപരമായ കാര്യങ്ങളാണ് പാർട്ടി തീരുമാനിക്കുന്നത്. മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണ് തീരുമാനിക്കേണ്ടത്. മെറിറ്റ് പരിശോധിക്കാൻ താൻ അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആളല്ല എന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് P. ജയരാജൻ പറഞ്ഞു. പട്ടികയിലുള്ള 2 പേരെ സംബന്ധിച്ചും അന്ന് ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് DGP ആയി പരിഗണിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ വക്താക്കളാണ് വിശദീകരിക്കേണ്ടതെന്നും P. ജയരാജൻ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.